അങ്ങനെ ഞങ്ങളിന്ന് ബ്രൈമൂർ പോവുകയാണ്. ഞാനും ചിന്നുമുണ്ട്. നമ്മൾ ബൈക്കിലാണ് പോയത്. അപ്പോൾ യാത്രയിൽ നിങ്ങളെ കൂടെ ഞങ്ങൾ കൂട്ടായിരുന്നു. പോവാം. നമ്മൾ പോണ വഴി ഒരു രക്ഷയില്ല. ഒന്നത്തെ കാര്യം നല്ല റോഡാണ്. സൈഡിലൊക്കെ നന്നായിട്ട് നല്ല തണലുണ്ട്. നമുക്ക് അത്യാവശ്യം വെയിലൊക്കെ അടിക്കാതെ ചൂടൊന്നും അടിക്കാതെ പോവാം. ഇത് സൈഡിൽ കണ്ടൊരു കുരിശടിയാണ്, നല്ല വൈബാണ്. അവിടെ നമ്മൾ ഇറങ്ങിയില്ല, ഇറങ്ങുന്നുണ്ടായിരുന്നു, പിന്നെ ഇറങ്ങിയില്ല. പിന്നെ നമ്മളിവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ, വെള്ളച്ചാട്ടമല്ല, വെള്ളത്തിൻ്റെ ഒരു ചെറിയൊരു ശേഖരണം. ഇവിടെ വെള്ളം ഇല്ല. നേരത്തെ നല്ല ഒഴുകിക്കൊണ്ടിരുന്നായിരുന്നു തോന്നുന്നു. ഇപ്പം വേനലായതുകൊണ്ട് വെള്ളമില്ല. ജസ്റ്റ് നമ്മളിവിടെ ഇറങ്ങി. ഇവിടെ നല്ല വൈബായിരുന്നു. എന്തിനാണെന്നറിയില്ല, നമ്മൾ ഒരുപാട് ഇങ്ങനെ പോകുന്ന റൂട്ട് കുറേ എടുത്തു വെച്ചിട്ടുണ്ട്. അതിപ്പം ഒരുപാട് കട്ട് ചെയ്താണ് ഇത്രയും ചെറുതാക്കിയത്. ഇത് കാണുന്നവർക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നറിയില്ല, പക്ഷേ അവർ എൻജോയ് ചെയ്യുമോയെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മൾ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫീൽ തോന്നണുണ്ട്. നമ്മൾ പോയതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ കുറച്ച് കൂടുതൽ നമ്മൾ യാത്ര തന്നെ ഇട്ടിട്ടുണ്ട്, വെറുതെ ട്യൂണിട്ട് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ള കാണുക, എല്ലാത്തിനും സ്കിപ്പ് ചെയ്യുക. ഈ ടൂണൊക്കെ കേൾക്കാൻ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എന്തോ ഒരു ഇൻവെസ്റ്റിഗേഷനൊക്കെ പോകണമായിരിക്കും എന്ന്. എനിക്കങ്ങനെ ഫീൽ ചെയ്ത്, നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തെങ്കിൽ കമൻറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ബ്രൈമൂർ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഇത് അവിടുത്തെ എസ്റ്റേറ്റാണ്. ജസ്റ്റ് അവിടെ കാണാനൊന്നുമില്ല. ഞങ്ങൾ ഈ വെള്ളച്ചാട്ടത്തിലായിരിക്കും ശരിക്കും വന്നത്. ഇതാണ് നമ്മുടെ മെയിൻ സ്പോട്ട്. ഒരുപാട് നടക്കാറുണ്ട്. ഇതുവരെ നമ്മൾ വണ്ടിയിൽ ചുമ്മാ കയറി, ചുമ്മാ അല്ല, ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു. അത് തന്നെ കുറച്ച് ടയേർഡാണ്. പിന്നെ യാത്ര വന്നുകൊണ്ട് പിന്നെ അതൊന്നും നമുക്ക് വിഷയമല്ല. അതുപോലെ നമ്മൾ വന്ന വണ്ടി അറിയാലോ, പ്ലാറ്റിന, അതെൻ്റെ സ്വന്തം വണ്ടി. അതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത്. ഉപയോഗിച്ച വണ്ടികളിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ലാഭം ഉണ്ടായിരുന്നതും ശരി തന്നെ. നമ്മളോട് ഒരുപാട് യാത്ര ചെയ്തതും ആ വണ്ടിയിലാണ്. ആ വണ്ടിക്ക് ചെറുതല്ല, ഭയങ്കര വലിയൊരു അറ്റാച്ച്മെൻറ്റിലുണ്ട് നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ വഴി വെള്ളച്ചാട്ടത്തിലോട്ടുള്ള. വർക്കിൻ്റെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ വെള്ളവും ഇവിടെ കുറവാണ്. വേനലായതുകൊണ്ട് വെള്ളം കുറവാണ്. ഇവിടെ നല്ല ഒഴുക്കുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ സൂക്ഷിച്ച് വരിക. നമ്മൾ ഇവിടെ ഗാർഡ്സൊക്കെ കാണും, പക്ഷേ ഇവിടെ തിരക്ക് കുറവാണെന്ന് തോന്നുന്നു. ഇപ്പോൾ വലിയ ഗാർഡ്സ് ഇല്ല, പക്ഷേ ഇടയ്ക്ക് ഒന്ന് രണ്ട് നിൽക്കുന്നവർ കണ്ടു. കാരണം ആൾക്കാർ കുറവാണ്. നമ്മൾ വന്നപ്പോൾ തന്നെ കുറച്ച് പേരെ അകത്തോട്ട് കയറിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗാർഡ്സൊക്കെ കുറവാണ്. അപ്പോൾ ഇപ്പോൾ വന്നാലും ജസ്റ്റ് ഇറങ്ങാനൊന്നും നിൽക്കണ്ട. കാരണം വെള്ളം കുറവാണെങ്കിൽ ചില സ്ഥലത്ത് ചില പാറയിൽ കുഴിയൊക്കെ കാണും. അപ്പോൾ അതിലൊക്കെ വീണ് പോയാൽ പിന്നെ നമുക്ക് പാടാം. അപ്പോൾ ഇവിടെ വരുന്നവർ സൂക്ഷിച്ച് വരിക. ഇതാണ് എൻ്റെ വഴി. ഒരുപാട് ദൂരം പോകണം അകത്തോട്ട്, ഒരുപാട് ദൂരം നടക്കാറുണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട്. ശരിക്കും ഞങ്ങൾ ഈ ട്രിപ്പ് പോയിട്ട് കുറേ ദിവസമായി, ഓരോ മാസങ്ങളായി. ഇതൊന്ന് സെറ്റ് ചെയ്തിടാൻ പറ്റിയത്. സത്യം പറഞ്ഞാൽ ഫോണ് മെമ്മറി ഫുള്ളായിട്ടാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എടുപിടിയെന്ന് എഡിറ്റ് തരുന്നത്. എത്രത്തോളം പെർഫെക്റ്റായിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തതെന്നും അറിയാൻ വയ്യ. എന്നാലും ജസ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇട്ടത്. ഇതാണ് നമ്മുടെ അവിടെ ഒരു ഇരിപ്പിടം. ഇത് കാണുന്നത് പഴുതാര, നമ്മൾ കാണുന്നുണ്ടല്ലോ. നമ്മൾ ഒരു ഹിഡൻ എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ വെള്ളച്ചാട്ടത്തിന് ഇപ്പുറത്തൊരു ചെറിയൊരു സ്പോട്ടുണ്ടായിരുന്നു, ഒരു ഹിഡൻ സ്പോട്ട് എന്ന് ഉദ്ദേശിച്ചത് ലവേഴ്സിനൊക്കെ വന്ന നല്ലൊരു ഹിഡൻ ഒരു സ്പോട്ടാണത്. അവിടെ കുറച്ച് വെള്ളച്ചാട്ടങ്ങൾ, കുറേ ലവേഴ്സിനൊക്കെ നമ്മൾ കണ്ടില്ല നമ്മളിരിക്കുന്നു. ഇത് ശരിക്കും ഒരു നല്ലൊരു സ്പോട്ടാണ്. ഇതിൻ്റെ മേലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, നല്ലൊരു വൈബുള്ള, നല്ല സൗണ്ടൊക്കെ ഉള്ള നല്ലൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അരുവിയിലേക്ക് സൈഡിൽ കുറേ മീനുകളൊക്കെ ഉണ്ട്. നമ്മളെ കാലിൽ അഴുക്കൊക്കെ തിന്നാൻ വേണ്ടി കുറേ മീൻ വരുന്നു. ചുറ്റും അവിടെ എന്തിനൊക്കെ പണിയിലാണ്.
അവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഗെയിം പോലെയൊക്കെ സെറ്റ് ചെയ്തു. ഇത് തള്ളിയിടുന്ന ആൾക്ക് ബെറ്റൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത്, ബെറ്റ് വയ്ക്കുന്ന ആൾ നമുക്ക് അടുത്തങ്ങോട്ട് പോകുമ്പോൾ ട്രീറ്റ് ചെയ്യണമെന്നും പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്തതാണ്. പക്ഷേ കുറേ വച്ചു ഒന്നും നടന്നില്ല, പിന്നെയും വച്ചു. അങ്ങനെ എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്ത് വെച്ചപ്പം ഇട്ടിട്ടാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. ഇത് ഒറ്റ എറിക്ക് പൊട്ടിക്കണം, ഒറ്റ എറിയുന്നില്ല, ഇത് എറിഞ്ഞ് പൊട്ടിക്കണം, അതാണ് ടാസ്ക്. അതിൽ ഞാൻ വിജയകരമായി വിജയിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയും ഇതുപോലത്തെ നമ്മൾ ചെറിയ ചെറിയ ട്രിപ്പുകൾ നമ്മൾ ചാനൽ ആഡ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.